വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊമേഴ്സ് ടിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗുഡ് വിൽ വാലുവേഷൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ മെത്തേഡായ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാം എന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് മെയിൻലി രണ്ട് വിധത്തിലാണുള്ളത്. ഒന്നാമത്തത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, രണ്ടാമത്തത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫേമിൻ്റെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാം എന്നാണ്. Under this method, goodwill is calculated by deducting capital employed in the business from the capitalized value of average profit on the basis of normal rate of return. അതായത് നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിസിനസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ വാല്യൂവിൽ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറയ്ക്കും. ആ കിട്ടുന്ന എമൗണ്ട് ആണ്, അതായത് ക്യാപിറ്റൽ വാല്യൂ ഓഫ് ദ ബിസിനസ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് ആ ഫേമിൻ്റെ ഗുഡ് വിൽ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിസിനസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഒന്നെങ്കിൽ ക്വസ്റ്റിൻ്റെ അത് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരു ബിസിനസ് ഫേം ഏൺ ചെയ്ത പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആവറേജ് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റിൻ്റെ അത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിസിനസ് കിട്ടുന്നത്. അപ്പോൾ മെയിൻലി 4 സ്റ്റെപ്സ് ആണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഗുഡ് വില്ല് വാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ആവറേജ് നോർമൽ പ്രോഫിറ്റ് ഏൺ. അതായത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരു ബിസിനസ് ഫേം ഏൺ ചെയ്ത പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോഫിറ്റ്സിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. ആവറേജ് നോർമൽ പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോ വർഷങ്ങളിലായിട്ട് ആ പർട്ടിക്കുലർ ഫേം ഏൺ ചെയ്ത കറക്റ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ഫേം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ പേജിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓൾ അസറ്റ്സ്, അതായത് എല്ലാ അസറ്റും ആഡ് ചെയ്യണം. പക്ഷേ ആ അസറ്റിൻ്റെ അകത്ത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഗുഡ് വില്ല്, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. ഈ 3 ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്തുള്ള ബാക്കി എല്ലാ അസറ്റും ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് ആ എമൗണ്ടിൽ നിന്ന് ലൈബിലിറ്റി സൈഡിൽ തന്നിട്ടുള്ള ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് കുറച്ച് കളയണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് അതിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു എമൗണ്ട് കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആണ് ആ ഫേമിൻ്റെ ഗുഡ് വിൽ. അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ഫേം മൈനസ് തേർഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച നെറ്റ് അസറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ആണ് ഗുഡ് വിൽ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫേമിൻ്റെ ഗുഡ് വിൽ. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ ഫേം ഏൺ ₹60,000 ആസ് പ്രോഫിറ്റ്, ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബീങ് 10%. അസറ്റ്സ് ഓഫ് ദ ഫേം ആർ 7,20,000 എക്സ്ക്ലൂഡിംഗ് ഗുഡ് വിൽ. അപ്പോൾ ഫേമിൻ്റെ അസറ്റ് 7,20,000 ആണ്. അപ്പോൾ 7,20,000 അത് ഗുഡ് വില്ല് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഗുഡ് വില്ല് ഇൻക്ലൂഡ് ചെയ്യാത്ത എമൗണ്ട് ആണ് 7,20,000. ആൻഡ് ലയബിലിറ്റീസ് ആർ 2,40,000. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ആവറേജ് നോർമൽ പ്രോഫിറ്റ് ഏൺ. അപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഫേം ഏൺ ചെയ്ത ബിസിനസ് പ്രോഫിറ്റ്സ് തന്നിട്ടില്ല, പകരം ഒറ്റ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. എ ഫേം ഏൺ ₹60,000 ആസ് പ്രോഫിറ്റ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ 60,000 ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആയിട്ട് അസ്യൂം ചെയ്യാം.
ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ₹60,000. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ഫേം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 60,000. അപ്പോൾ 60,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്വസ്റ്റിൻ്റെ അത് തന്നിരിക്കുന്നത് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബീയിങ് 10%. 10% ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് 6 lakh rupees കിട്ടും. 6 lakh rupees ആണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിസിനസ് ഫേം. അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓൾ അസറ്റ്സ് അതർ ദാൻ ഗുഡ് വിൽ, ഫിക്സഡ് അസറ്റ് ആൻഡ് നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് എല്ലാ അസറ്റിൻ്റെയും വാല്യൂ ആഡ് ചെയ്യണം, പക്ഷേ അതിൻ്റെ അകത്ത് ഗുഡ് വില്ലും ഫിക്സഡ് അസറ്റും നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റും കൂടാൻ പാടില്ല. മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റിൻ്റെ അത് ഡയറക്റ്റ് അസറ്റ്സ് ഓഫ് ദ ഫേം ആർ 7,20,000 എക്സ്ക്ലൂഡിംഗ് ഗുഡ് വിൽ ആൻഡ് ലയബിലിറ്റീസ് ആർ 2,40,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം 7,20,000 എന്ന് ക്വസ്റ്റിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലൂഡിംഗ് ഗുഡ് വിൽ എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലയബിലിറ്റീസ് ആർ 2,40,000. അപ്പോൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമുക്ക് 2,40,000 ആയിട്ട് അസ്യൂം ചെയ്യാം. വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ് 7,20,000 ആയിട്ടും എക്സ്ക്ലൂഡിങ് ഗുഡ് വിൽ. നമ്മുടെ ഫോർമുലയുടെ അകത്തും പറഞ്ഞിട്ടുണ്ട് ഗുഡ് വില്ലിന്റെ വാല്യൂ ആഡ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7,20,000 മൈനസ് 2,40,000 which is equal to ₹4,80,000. 4,80,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ വാല്യൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗുഡ് വില്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 6 lakh rupees ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 4,80,000 ആണ്. അപ്പോൾ ഗുഡ് വില്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 6 lakh rupeesഉം ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 4,80,000 rupeesമാണ്. അപ്പോൾ 6 lakh മൈനസ് 4,80,000 ഈക്വൽ ടു ₹1,20,000. 1,20,000 ആണ് ഈ ക്വസ്റ്റിൻ്റെ അകത്തെ ഫേമിൻ്റെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.